ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ. ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പറയുവാനുണ്ട്. ആരാണ് ദാവീദ്? ദാവീദ് യൂദാ ഗോത്രത്തിൽ ജനിച്ചവൻ. ആരാണ് യൂദ? യാക്കോബിൻ്റെ മക്കളിൽ ഒരുവൻ. യാക്കോബ് ആരാണ്? യാക്കോബ് ഇസ്രായേൽ എന്ന നാമമുള്ളവൻ. യാക്കോബ് തൻ്റെ 12 മക്കളിൽ യൂദയെ വിളിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചു: യൂദ, നിന്നിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെടും. യൂദ, നീയൊരു സിംഹക്കുട്ടിയാണ്. നിന്നിൽ ചെങ്കോലും കിരീടവും ഉണ്ടായിരിക്കും. രാജ്യത്വം നിന്റെ കൈകളിലായിരിക്കും. അന്ന് പഴയ നിയമത്തിൽ പിതാക്കന്മാരാണ് മക്കളെ അനുഗ്രഹിക്കുക. ആ അനുഗ്രഹം അതുപോലെ തന്നെ സഫലീകരിക്കുകയും ചെയ്യും. അങ്ങനെ യാക്കോബിൻ്റെ മകനായ യൂദയെ യാക്കോബ് അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. എന്നിട്ട് ഇസ്രായേൽ ഗോത്രത്തിൽ ദാവീദിനെ പോലെ പ്രസിദ്ധനായ ഒരു രാജാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. ചെറിയ ഇസ്രായേൽ രാജ്യത്തെ ദാവീദ് വിസ്തൃതിപ്പെടുത്തി. അയൽപ്പക്കത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ദാവീദ് കീഴ്പ്പെടുത്തി. ദാവീദിൻ്റെ പേര് കേട്ടാൽ വിറയ്ക്കുന്ന പോലെ ഭീതി അവരിൽ ഉണർത്തി. ദാവീദിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ജെസയുടെ വേരിൽ നിന്ന് ഒരു മുള കിളർത്തു വരും എന്നാണ് പ്രവചനം. ആരാണ് ജെസെ? ദാവീദിൻ്റെ പിതാവിൻ്റെ പേരാണ് ജെസെ. ജെസയുടെ വേരിൽ നിന്നൊരു മുള കിളർത്തു വരും, അത് വളർന്ന് ശക്തി പ്രാപിക്കും എന്നാണ് ദാവീദിനെ കുറിച്ച് പ്രവചനം. സാമുവേൽ പ്രവാചകനാണ് അത് കേൾക്കുന്നത്. സാമുവേൽ പ്രവാചകൻ ഈ പ്രവചനവുമായി ജെസയുടെ വീട്ടിൽ വരുമ്പോൾ ജെസെ തൻ്റെ മക്കളിൽ കാണാൻ സുന്ദരനും സുമുഖനും ശക്തിയുള്ളവനും ഉയരമുള്ളവനുമായ ആദ്യത്തെ മക്കളെ കാണിച്ചു. അവരിലെല്ലാം ഒരു ദൈവിക ചൈതന്യം കണ്ടെത്തുവാൻ സാമുവേൽ പ്രവാചകനായില്ല. അവസാനം ദാവീദ് വീട്ടിലുണ്ടായിരുന്നില്ല. ദാവീദിൻ്റെ പിതാവായ ജെസെ പറയുന്നു: ഇനിയൊരു ബാലനാണ് എനിക്ക് ആകെയുള്ളത്. അവനെ വിളിക്കേണ്ടതില്ല, കാരണം അവൻ വളരെ നന്നേ ചെറുതാണ്. അവൻ ആടുമേയ്ക്കാൻ പോയിരിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ പറയുന്നു: അവനെ വിളിക്കുക. അവസാനം വന്ന ദാവീദിൻ്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ ദൈവചൈതന്യം ഇവനിലാണ് എന്ന് കണ്ടെത്തുകയും ബാലനായ ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു സാമുവേൽ. പണ്ട് രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവാചകന്മാരിലൂടെയായിരുന്നു. ഇന്നത്തെ പോലെ ഭൂരിപക്ഷം നോക്കിയല്ല തിരഞ്ഞെടുപ്പ്. വത്തിക്കാനിലാണെങ്കിലും ഇവിടെ ഇലക്ഷനിലാണെങ്കിലും ഡെമോക്രസിക്കിലാണെങ്കിലും ഭൂരിപക്ഷം നോക്കിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നില്ല അന്ന്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നു, അവനെ അഭിഷേകം ചെയ്യുക എന്നായിരുന്നു പതിവ്. അതിൽ ഭൂരിപക്ഷം പ്രശ്നമല്ല, മനുഷ്യരുടെ അംഗീകാരം പ്രശ്നമല്ല. അങ്ങനെ സാമുവേൽ അവനെ അഭിഷേകം ചെയ്തു, ഒരാളുടെയും അംഗീകാരമില്ലാതെ, ദൈവത്തിൻ്റെ അംഗീകാരം മാത്രം നോക്കിക്കൊണ്ട്. അങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ സാവൂളായിരുന്നു രാജാവ്. ഇസ്രായേലിൻ്റെ രാജാവായ സാവൂൾ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തതായിട്ട് കേൾക്കുകയുണ്ടായി. അന്നു മുതൽ സാവൂൾ ദാവീദിനെ കൊല്ലുവാൻ തക്കം പാർത്തിരുന്നു. അപ്പോഴാണ് ഗോലിയാത്ത് എന്ന ഫിലിസ്തീയ ഭീമനെ ദാവീദ് വകവരുത്തുന്നതും വെറും ബാലനായിരിക്കുമ്പോൾ അവനെ കൊല്ലുന്നതും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ കരം ദാവീദിൻ്റെ മേലുണ്ടായിരുന്നു എന്ന് സാവൂളിന് ഉറപ്പായി. കാരണം ഇസ്രായേലിലെ കന്യകമാർ ഇങ്ങനെ പാടി: സാവൂൾ 1000 കൊന്നെങ്കിൽ ദാവീദ് 10,000 കൊല്ലുമെന്ന്. അന്ന് അത് പതിവായിരുന്നു രാജാക്കന്മാരെ
ആ പാട്ടിൽ സാവൂളിന് ഭയമുണ്ടായിരുന്നു. കാരണം എൻ്റെ രാജ്യത്ത് നഷ്ടപ്പെട്ട് ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകുമെന്ന് സാവൂളിന് അറിയാമായിരുന്നു. സാവൂൾ അന്നു മുതൽ ദാവീദിനെ കൊല്ലുവാൻ നോക്കി. എങ്കിലും ഭയമുണ്ടായിരുന്നു ഉള്ളിൽ, ദൈവത്തിൻ്റെ അഭിഷിക്തനാണല്ലോ എന്നുള്ള ഭയം. അങ്ങനെ മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ദാവീദ് ദൈവം തിരഞ്ഞെടുത്ത നിമിഷം മുതൽ നടക്കുന്നത്. അവൻ്റെ പുറകെ വാളുണ്ട്. അവൻ ഗുഹകളിൽ നിന്ന് മറ്റു ഗുഹകളിലേക്ക് സാവൂളിനെ പേടിച്ചോടുന്നു. സാവൂൾ അടുത്തെത്തിയെന്നറിയുമ്പോൾ ആ ഗുഹകളിൽ നിന്ന് രക്ഷപ്പെടുന്നു. താഴ്വരകളിൽ നിന്ന് താഴ്വരയിലേക്ക് ഓടുന്നു. മലകളിൽ നിന്ന് മലകളിലേക്ക് മാറി മാറി പലായനം ചെയ്തു. സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഓടുമ്പോൾ ഓരോ ഗുഹകളിലും ആ സമയങ്ങളിൽ എഴുതിയതാണ് ഈ സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ആവിഷ്കാരമാണ്. സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ആവിഷ്കാരവും അവൻ്റെ സിരകളിൽ ഓടുന്ന ദൈവത്തിൻ്റെ തീഷ്ണതയുമാണ്. അവൻ്റെ ആ തീഷ്ണതയ്ക്ക് മുമ്പിൽ ഈ സങ്കീർത്തനങ്ങൾ വിരിയുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിലൂടെ ചലിക്കുകയായിരുന്നു. കാരണം 2500 വർഷത്തിന് ശേഷവും ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ അതേ ശക്തി ദൈവത്തിൽ നമുക്കുണ്ടാകുന്നു. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഇതേ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ തീഷ്ണതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഏകനായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവവുമായുള്ളൊരു ബന്ധം ആവശ്യമാണ്. അത് വെറുതെ നമ്മുടെ വീടുകളിലിരുന്നാൽ ദൈവവുമായിട്ടൊരു ബന്ധം വരികയില്ല. നമ്മളുടെ പുറകിൽ ഒരു ഭയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആശ്രയം ദൈവത്തിൽ കണ്ടെത്തണമെന്ന അവസരത്തിലായിരിക്കും നമുക്ക് ദൈവത്തോട് തീഷ്ണതയേറുന്നത്. നമുക്കൊന്നുമില്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ കസാരയിലിരുന്ന ദൈവത്തോടുള്ള തീഷ്ണത ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും അങ്ങനെയാണ്. ദാവീദിനെ കുറിച്ച് പറയുന്നു, ഇതാ ദാവീദിൻ്റെ താക്കോൽ എന്നാണ്. ദാവീദിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ദാവീദിൻ്റെ താക്കോലാണ് യേശുവിന് നൽകുന്നതായിട്ട് നമ്മൾ പറയുന്നത്. ദ കീ ഓഫ് ഡേവിഡ്. ദാവീദ് തുറന്നാൽ അതിനടയ്ക്കുകയോ ദാവീദ് അടച്ചാൽ അടയ്ക്കാനോ പറ്റാത്ത ഒരു അധികാരം യേശു ക്രിസ്തുവിൽ ദൈവം പറയുന്നതായിട്ട് നമുക്കറിയാം. ദാവീദിൻ്റെ വേരുമായവൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. സത്യത്തിൽ ശാരീരികമായിട്ട് ദാവീദുമായിട്ട് യേശുവിന് ബന്ധമില്ലെങ്കിലും ദാവീദിൻ്റെ വംശത്തിൽ വരുന്നതാണ് യേശുവിൻ്റെ വളർത്തച്ഛനായ ജോസഫായിട്ട് യേശുവിന് ശാരീരികമായിട്ട് ഒരു ബന്ധമില്ല. കാരണം വളർത്തച്ഛനാണ്. എങ്കിലും ദാവീദിൻ്റെ പുത്ര എന്നാണ് യേശുവിനെ വിളിക്കുന്നത്. ഈ ദാവീദിൻ്റെ സങ്കീർത്തനത്തിലാണ് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ വേദനകളും അവൻ്റെ ദൈവത്തിൻ്റെ പ്രതിജ്ഞയും യേശുവിന്മേലുള്ള പ്രതിജ്ഞകളൊക്കെ യേശു പോലും പറയുന്നത് ഈ സങ്കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. യേശു പോലും തന്നെ സാക്ഷ്യം നൽകുന്ന, ഇസ്രായേൽ ജനത്തിന് സാക്ഷ്യം നൽകുന്നത് ഈ സങ്കീർത്തന വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. സങ്കീർത്തനത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. കാരണം യൂദാവംശത്തിൽ ജനിച്ചവനും ഇസ്രായേലിനോട് ദൈവം ചെയ്ത പ്രതിജ്ഞ ദാവീദിനോടാണ്. നിന്റെ മക്കളിൽ ഇസ്രായേലിൽ രാജ്യസ്ഥാനത്ത് ഇരിക്കാൻ ആളില്ലാതെ വരികയില്ല എന്ന് ദാവീദിനോട് ദൈവം പ്രതിജ്ഞ ചെയ്തിരുന്നു. ആ പ്രതിജ്ഞ പ്രകാരം ദാവീദിന് ശേഷം ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ എപ്പോഴും ദാവീദിൻ്റെ മക്കളിൽ ഒരുവനെ ദൈവം രാജാവായി വാഴിച്ചിരുന്നു. അതേ പ്രതിജ്ഞ യേശുവിൽ പോലും ദൈവം നിറവേർത്തിക്കുന്നതായി നമുക്കറിയാം. കാരണം ദാവീദിൻ്റെ മകനായ യേശുവിനെയാണ് പിന്നീട് ഈ രാജ്യത്വത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം എന്നേക്കുമായി വാഴിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം എന്തുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. അത് തീഷ്ണതയോടുകൂടി തന്നെ നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം ചെല്ലുവാൻ കാരണം ദാവീദ് സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഓടുമ്പോൾ എഴുതിയതാണ്. ദാവീദ് വെറും കസാരയിലിരിക്കുന്ന രാജാവായിരുന്നില്ല. അവൻ പടപൊരുതുന്നവനായിരുന്നു. ഇസ്രായേൽ സൈന്യത്തിനോടൊപ്പം പടപൊരുതുന്നു. അവൻ
വാളുകൊണ്ട് നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ്റെ വലതുവശത്ത് ആയിരങ്ങളും ചുറ്റിലും 10,000 വീഴും എന്നാണ്. കാരണം ദൈവത്തിൻ്റെ കര അവൻ്റെ മേലിലുള്ളതുകൊണ്ട് അവ യുദ്ധം ചെയ്യുമ്പോൾ അവന് മരണം ഭീതി ഉണ്ടായിരുന്നില്ല. അവൻ മറ്റെല്ലാവരേക്കാളും വളരെ ശക്തമായി യുദ്ധം ചെയ്തിരുന്നു. അവൻ ഒരു വാൾ പോലും അവൻ്റെ മേൽ കൊണ്ടത് പോറേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ സങ്കീർത്തനം ഒരു സംരക്ഷണമാണ്. സങ്കീർത്തനം 91, കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് എന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൊഴിൽ കൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകും കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെ അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസമൂഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ആമേൻ.